ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കത് പടം ഇഷ്ടപ്പെട്ടോ? താങ്ക് യു, വന്നതിന് താങ്ക് യു സോ മച്ച്. സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ഈ പോയിന്റ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. ഇപ്പം നമുക്ക് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയത്. അതിനുശേഷം അതിനൊരു ക്ലോഷർ കിട്ടുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ മദൻ നെറേറ്റ് ചെയ്തതും ഭയങ്കര രസമായിട്ടാണ്, ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് ആൾ നെറേറ്റ് ചെയ്തത്. സോ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാവണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ എത്തിയത്. Rajinikanth sir padam paathitte enna sonnanga, means he came for the premiere, which is a very rare incident. So enna sonnanga padam paathitte? First of all, thank you for coming. A very good evening to all of you. I'm very happy that we sat and watched the film with all of you to see the places you laughed in and you clapped in. It was wonderful. And I think Thambi and I are going to take Anaswara with us to Tamil cinema permanently. We're so happy, we're working with her and we're so proud of how she's done. I'll come to your question, I didn't forget that. And also Abhi, thank you for Tourist Family accepting him as a director, and I hope you accept him as a hero as well. And for Thambi, me and Madan, please give us the same love you gave Tourist Family. So to you, Appa watched the film yesterday, yes, and it was such an amazing feeling for all of us as a team. Appa's energy is so amazing, so when he came with that energy to watch our film, and he really liked it. And when I went to see him after that, he's like, super hit karna, sure shot. So that's what makes us very happy. Abish, this first time you are acting with a different director, so how was it from the beginning? Madan, more than a director, he is my close friend. So Tourist Family oda co-director is Madan. So I known him from a long time. So konjam enak is comfortable da. So enadha irundhalum Madanku, I mean, ungalku or comfort zone irundhuchu. So adu easy ah irundhuchu, endha problem illa. Engalukku enga senior actor yaru Anashara paakumbodha konjam bayama irundhuchu. Athabadi chill da. Bro, your dance is getting viral in lot of places, so viral ah? Thank you. Getting lot of attention. So what is the secret behind the dance steps? Secret ah? I think choreographer master avaroda teaching na, that's it. Anashara, ee pressure innathe pressure enappo Tamil Nadu pudhiya crush aannokke ellarum parayana. Appo angane kore comments okke vannu thodangio. കാരണം ഇത് ഭയങ്കര ഡ്രീം റോളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള റോളാണ്. ശരിക്കും അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് എന്തോരം ഉണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും? വളരെയധികം. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ലാസ്റ്റ്. ഞങ്ങൾ കുറെ അവിടെ തമിഴ്നാട്ടിൽ കുറെ ഡയറക്ടേഴ്സ് പടം കണ്ടു, അവരുടെ അഭിപ്രായം അറിയിച്ചു. പക്ഷെ അല്ലാതെ നമുക്ക് ഓഡിയൻസിന്റെ എടുക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ ടോട്ടൽ ഒരു തിയേറ്ററിലിരുന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ പ്രീമിയറിന് ഇരുന്നായിരുന്നു. പ്രസ് പടം കണ്ടു, അവര് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുണ്ട്. ആ ചിരി മുഖത്ത് കാണാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് പറയുന്നല്ലാതെ അവരുടെ മുഖത്ത് ആ ചിരി കാണാം, അവരുടെ ആ ഒരു ഫുൾഫിൽമെന്റ് കാണാം, പടം കണ്ട് അവർ എൻജോയ് ചെയ്ത് ഇറങ്ങിയതിന്റെ ആ സന്തോഷം അവരുടെ മുഖത്ത് കാണാമായിരുന്നു ജെന്യൂൻ ആയിട്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്താ പറയാ, ഭയങ്കര സന്തോഷം തോന്നി. കാരണം പടം ഞാൻ തുടങ്ങിയപ്പോ തൊട്ട്, കഥ ഞാൻ കേട്ടപ്പോ തൊട്ട് എനിക്കൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ആ ഷൂട്ട് തുടങ്ങിയതാണെങ്കിലും മൊത്തം അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒരു അതിന്റെ വർക്ക് നടക്കുമ്പോഴായിരുന്നെങ്കിലും എനിക്ക് ഉള്ളിൽ മൊത്തം ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അതൊരു നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ മറ്റന്നാൾ പടം ഇറങ്ങുമ്പോൾ ഓഡിയൻസിന്റെയും കൂടി അറിയുമ്പോൾ എനിക്ക് അത് ഐ എം പ്രിറ്റി ഷുവർ അതൊരു നല്ല റെസ്പോൺസ് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. റൈറ്റ് നൗ ഐ ഫീൽ സോ ഓവർവെൽംഡ്. Director sir, hi. Hi എല്ലാവർക്കും ഹായ്. സാർ, ഈ സിനിമ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഒരുപാട് സിനിമകൾ ഓർമ്മ വരും, ലൈക്ക് 96 അതാന്ന് പറഞ്ഞാല്. അപ്പം എപ്പോഴെങ്കിലും ഇത് കമ്പാരിസൺ, ഈ സിനിമ ഇറങ്ങിയാൽ കമ്പാരിസൺ വരുമോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ടോക്ക് വരുമെന്ന് എപ്പോഴും തോട്ട് പോയിരുന്നോ? 96ஓட கம்பேரிஷன் வருமான்னு கேட்குறீங்க? அது சொல்லுவாங்க. பட் நீங்கள் படம் பார்த்துட்டீங்க, அந்த ஒரு
ஒரு நாஸ்டாலஜிக்கை தொட்டு வரும்போது கடைசியாக ஒரு சூப்பர் ஹிட்டான படம் 96. ஸோ அதனால அந்த ஞாபகங்கள் வரத்துக்கான வாய்ப்பு இருக்குது. பட்டு அது ஒரு நல்ல விஷயமா தான் பார்க்குறேன். இட்ஸ் நாட் அ பேட் திங் ஆக்சுவலி. யா സാർ ഇങ്ങനൊരു തോട്ട് വരാനുള്ള കാരണം എന്താ? നോർമലി എല്ലാ ലവ് സ്റ്റോറീസിലും ഉണ്ടാകും. നമുക്കിപ്പം ചിലപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യുന്ന ലവ് സ്റ്റോറീസ് ഉണ്ട്, സ്കൂൾ ലൈഫ്, കോളേജ് ടൈം ഒക്കെ ഉണ്ടാകുന്ന. ഈ ഒരു സ്റ്റോറി ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ആ ഒരു തോട്ട് എന്തായിരുന്നു? இல்லை அப்படிலாம் இட்ஸ் லைக் எவ்ரி ஒன் ஸ்டோரி. எல்லாத்துக்குமே ஒரு சின்ன ஒரு வைல்டான ஒரு ஆசை இருக்கும்ல, நம்ம சொல்லாத ஒரு க்ரஷ்கிட்ட சொல்கிறதுக்கான சான்ஸ் கிடச்சா எப்படி இருக்கும் அப்படின்ற அந்த ஒரு பாயிண்ட்டு தான் இந்த கதையை ட்ரைவ் பண்ணுச்சு. யா ஸோ இட் வில் பி கனெக்டட் டு எவ்ரி ஒன், ஐ திங்க் ஸோ. யா brand ambassador. So எல்லாமே ആ ജോണർ இருந்தாலும் ஃப்ரெஷ்ஷா இருக்கும். So இப்படி அந்த process இது போட்டு இருக்கு. கதை தேடி தேடி நான் போகலை, கதை தேடி தேடி வருது. ஸோ குட் நைட் யா அந்த மாதிரி ஒரு அந்த ஒரு ஸ்னோரிங் சம்மந்தமாக ஒரு கதை வந்துச்சு. அண்ட் லவ்வர் வந்து ஒரு டாக்ஸிக்கான ஒரு ரிலேஷன்ஷிப். அஃப்கோர்ஸ் டூரிஸ்ட் ஃபேமிலி எல்லாமே எங்களை தேடி வந்துச்சு. ஸோ இதுவும் அதே மாதிரி தான். மதன் வந்து ஆல்ரெடி எங்களுக்கு ரொம்ப தெரிஞ்ச பையன். ஸோ லவ்வரில் கோ டைரக்டர் அண்ட் டூரிஸ்ட் ஃபேமிலியில் கோ டைரக்டர். ஸோ அவனோட ஜேர்னி எங்கள் கூட ரொம்ப பெருசு தான். ஸோ இமீடியட்டாக இந்த கதை மட்டும்தான் நானாக தேடி போனேன். ஏதாவது கதை வச்சுருக்கேன்னா சொல்லு அப்படின்னு சொல்லி நானாக கேட்ட கதை இதுதான். அப்போ தான் அவன் ஒரு 2 weeks முன்னாடி எங்கேயோ போயிருக்கிறான். போயிட்டு ரொம்ப ஒரு 2 weeks தானே தான், 2 weeksல அவன் எழுதப்பட்ட ஒரு கதை தான் அது. ஸோ அவனோட ஒரு ஃபீல் குட்டான ஒரு விஷயந்தான். ஸோ இன்னும் அடுத்த ஒரு கதை கேட்டிருக்கிறோம். ஸோ அதுவும் ஒரு மாதிரி ஒரு நல்ல ஒரு ஜானராக தான் இருக்குது. ஸோ ஃபீல் குட் ஃபீல் குட் இருக்குது. அதில் ஒரு மாதிரி ஜாலி, ஒரு ஃபன், அந்த மாதிரி ஒரு ஸ்கிரிப்டாக தான் இருக்குது அது. நல்லா இருக்கு. இது உங்களுக்கு பிடிச்சிருந்துச்சா? நைஸா. 3 படத்தில் 4 படத்தில் எது பிடிச்சிருக்கு? நம்மளும் கொஸ்டின் கேட்போமே கொஞ்சம். டே டூரிஸ்ட் ஃபேமிலி வெளியே போகலாம். ஓ சூப்பர் சூப்பர். இது பிடிச்சிருந்தா? சூப்பர் சூப்பர். தேங்க்யூ. சௌந்தர்யா மேம், யூ ஆர் த டைரக்டர் ஆஃப் கொச்சடியான். ஸோ எப்போ டைரக்ட் பண்ண போறீங்க? மீன்ஸ் அந்த மாதிரி தாட் எல்லாம் இப்போ வந்து கொஞ்சம் ஈஸியா முடியும்ல, an out of box thought. No, thank you. I am working on my script. I'll direct very soon this year. Thank you. And the hero இங்க இருக்கார் ஒரு ஹீரோ, but not decided. I'm still working on the script. Thank you for mentioning Coach Adiyan. Thank you. Abish. So actor busy ஆயிடுச்சு, டைரக்டரா நீங்க எல்லாம் நல்லா எழுதுனீங்கன்னா பிஸி ஆவேன். ஸோ ரைட் வெல், ஐல் பி பிஸி. ஸோ எஸ், என்ன எதுவும் பண்ணல இப்போதைக்கு. இதுதான் டூரிஸ்ட் ஃபேமிலி வந்து ரொம்ப ஸ்பார்க் மாதிரி இருந்தது அந்த ஸ்டார்டிங் ஆஸ் an actor. பட் இது வந்து ஃபுல் மேட்ச் பண்ணிட்டு. ஸோ அதுக்கப்புறம் என்ன மீன்ஸ் ஆக்டரா எப்படி ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு? ஆக்டரா ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு. எல்லா எக்ஸ்பிரஷன்ஸ், எமோஷன்ஸ் எல்லாமே பண்ணியாச்சு. டான்ஸ் எல்லாமே பண்ணியாச்சு. ஃபைட் பண்ணியாச்சு. இன்னும் சிங்கிங் மட்டும்தான் பெண்டிங், அதுவும் பண்ணிடுறேன். எஸ், எல்லாம் ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு. ഇതിന്റെ ഷൂട്ടിംഗ് ടൈമിൽ അനശ്വരക്ക് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്ന? പഴയ ഓർമ്മകളൊക്കെ റൊമാൻറ്റിക് മൂവീസ് റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെ ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരുന്നു അനശ്വര? അതെ, എന്റെയോ? അമ്മ അങ്ങ് ഉണ്ട്. അതെ, അമ്മ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ റൊമാൻറ്റിക് മൊമെന്റ്സിനെ പറ്റിട്ട് ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അത് എല്ലാവർക്കും കണക്ട് ആവുന്നതായിരുന്നു. സ്കൂൾ ടൈമില് നമുക്കൊരു ക്രഷൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിക്കതും കണ്ടേക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹീറോയുടെ സൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അപ്പുറത്തൊരു നായകന്റെ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ മിക്കത് കണ്ടേക്കുന്നത്. അതൊരു പെണ്ണിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കുറച്ച് കണക്ഷൻ വന്നായിരുന്നു ആ ക്യാരക്ടർ എടുത്ത്. യെസ്, അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്കൊരു ക്രഷ് ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. നായകനെ റൊമാൻറ്റിക് ഹീറോക്ക് പഴയ ஞாபகம் பழைய ஞாபகம் எனக்கா? இதுலையா? அது இருக்கு, வந்திருக்கு. ஸ்கூல் டேஸ் மெமரிஸ் நிறைய. அதானே கேட்குறீங்க?
ஸ்கூல் டேஸ் மெமரிஸ் நிறைய ஞாபகம் வந்துச்சு. உங்களுக்கு ஞாபகம் வந்துச்சு அவங்களோட எக்ஸ் லவர்ன்றதுலாம்? ഓക്കെ, എക്സ് ലവർ இருந்தாலும் டெக்ஸ்ட் பண்ணக்கூடாது வீட்டுக்கு போயிட்டு. യെസ്. അനശ്വര, ഇപ്പം തണ്ണീർമത്തനങ്ങൾ ഇറങ്ങിയ സമയത്ത് അതൊരു ട്രെൻഡിങ് ആയിരുന്നു. അതിലെ പാട്ടുകളായാലും അതിലെ സീനുകളായാലും നിങ്ങളുടെ മാത്യു ആ കോംബോ ഏറ്റവും കൂടെ വൈറലായിരുന്നു. എനിക്കൊന്ന് ഈ സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കോംബോയും ആ സ്കൂൾ ഡേയ്സിലും ഇതൊക്കെ ആയിരിക്കും ഇച്ചിരി വൈറലാവാൻ ചാൻസ് കൂടുതൽ. വീണ്ടും ഒരു സ്കൂൾ ലവ് അങ്ങനെ ഒരു വരാൻ ചാൻസ് ഉണ്ടോ? ഹോപ്പ്ഫുള്ളി അത് അങ്ങനെ വന്നാൽ നന്നായി. വരേണ്ട സാധ്യതകളുണ്ട്. വന്നാൽ നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്കൂളിലെ ചില ഇന്നസെൻസ് കാണിക്കുന്ന കുറെ നർമ്മ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അപ്പൊ അത് വന്നാൽ വളരെ വളരെ നന്നായിരിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തമിഴിൽ ഇപ്പൊ 3ാമത്തെ ചിത്രമാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആദ്യത്തെ ഇപ്പം രാഗി അതിനുശേഷം തഗ്, ഇപ്പം ഇതിലോ 3 ടൈപ്പാണ്. അതായത് സ്കൂൾ കാലഘട്ടം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ യൂത്ത് ആയിട്ടുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള റോള്, ഇപ്പം ഇങ്ങനത്തെ ഒരു റോള്. അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എൻ്റെ ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആവണോ, അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് ഇപ്പോഴും കോൺഷ്യസ് ആണോ? ഞാൻ ഇപ്പോൾ ടക്സും റാങ്കി ചെയ്തത് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമയായിട്ടാണ്. സുജാത ഞാൻ ചെയ്യുന്നത് റാങ്കിയാണ്. അത് 7-8 വർഷം മുന്നെയാണ്. അപ്പൊ ആ സമയത്ത് എനിക്കൊരു തമിഴ് പടം വന്നപ്പോൾ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. അതിന് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല. ക്യാരക്ടർ എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങും, അത് സീരിയസ് റോളാണോ കോമഡി റോളാണോ എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. ടക്സും എനിക്ക് ബൃന്ദ മാസ്റ്റർ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാർട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ്, റീസെന്റ് ആണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടറിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു സിനിമയും അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഇപ്പൊ യെസ്, അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും. ഇപ്പൊ ഞാൻ അത് നോക്കുന്നുണ്ട്. എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയാ, അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് ഞാൻ കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് കുറെ സീനുകളുണ്ട്, ഭയങ്കര ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള. അതിലേറ്റവും റിലേറ്റബിൾ ട്രെയിനിന്റെ സീക്വൻസ് ആയിരുന്നു. ഞാൻ പേഴ്സണലി ആലോചിച്ചിട്ട് എന്തെങ്കിലും ആ കൊച്ചുങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. ശരിക്കും അത് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു അങ്ങനത്തെ മൂമെന്റ്സ് ഷൂട്ട് ചെയ്യുമ്പോ? അതെനിക്ക് ഭയങ്കര, എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷനാണ്. എനിക്ക് ആ സീനാണത്. എനിക്ക് നരേറ്റ് ചെയ്തപ്പോഴും ഞാൻ കുറെ ചിരിച്ച ഒരു സീനാണത്. ഈ പറഞ്ഞ പോലെ ക്ലീഷേ ബ്രേക്കിംഗ്. നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഒരു സ്ലോ മോഷൻ, കൊച്ചിനോട് കളിക്കുന്ന ഒരു നായകന്റെ പിഒവിലുള്ള സ്ലോ മോഷൻ ആയിരിക്കും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു എന്താ പറയാ, അങ്ങനൊരു നായിക ഒന്ന് ചമ്മിപ്പോകുന്ന ഒരു സാധനം എടുത്തത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. അത് ഷൂട്ട് ചെയ്തപ്പോഴും ആ പയ്യനും ആക്ച്വലി പൊടി തന്നെയാണ് എന്നെ മുഖത്തൊക്കെ വിളിച്ചപ്പോൾ അവിടെ സെറ്റിൽ നിന്ന് എല്ലാവരും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഷൂട്ട് ചെയ്തതും ഭയങ്കര രസമായിരുന്നു. അത് സിനിമയിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീൻസ് ആണത്. ശരിക്കും മലയാളി പ്രേക്ഷകരെ അനശ്വരയുടെ നസ്രീൻ, മാത്യു, മമിത ഈ ഗാങ്ങിനായിട്ടുള്ള ഒരു ഫിലിംസ് അത് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടല്ലോ നസ്രീന്റെ ഒക്കെ പടങ്ങൾ, മമിതയുടെ കുറെ പടങ്ങൾ വരാനുണ്ട്. നമ്മൾ ഒരുമിച്ചോ? അങ്ങനെ ഒരുമിച്ച് നമുക്ക് അങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. ഐ മീൻ നമ്മളങ്ങനെ ഒരുമിച്ച് തേടി വന്നിട്ടില്ല. അങ്ങനെ തീർച്ചയായിട്ടും ഒരു പടം നമ്മളങ്ങനെ വരികയാണെങ്കിൽ, ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ശരണ്യ ടൈമിലാണ് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്തത്. ഓഫ് കോഴ്സ് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഹലോ, എവിടെയാ? നമ്മള് മലയാളി ഓഡിയൻസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അനുവിന്റെ മലയാള ഫിലിംസ്. എപ്പോഴാണ് ഒരു മലയാളം ഫിലിം ഈ വർഷം റിലീസ് ഉണ്ടാവോ? ഈ വർഷം ഒരു പടം ഇപ്പൊ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഒഫീഷ്യലി അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. മേ ബി, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി. എനിക്കും ആഗ്രഹമുണ്ട് എനിക്കിത് ഇവിടെ നിന്നൊരു പടം ചെയ്യാൻ. അതിനൊരു എന്താ പറയാ, ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. ഇപ്പൊ മലയാളത്തിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത ഫിലിംസ് ഉണ്ടല്ലോ. ഷൂട്ട് കംപ്ലീറ്റ് ചെയ്താ ഏതുകൊണ്ടോ? ഇല്ല, അത് എല്ലാം ഇറക്കി കഴിഞ്ഞു. ഇപ്പം ലാസ്റ്റ് ഇതോടു കൂടി ഇറങ്ങി. ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പെരുങ്കളിയാട്ടം ഉണ്ട്. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറെ ആയി. അതിന് എനിക്കൊന്ന് പോസ്റ്റ് വർക്ക് നടക്കുന്നു. കുറച്ചായി പോസ്റ്റ് വർക്ക് നടക്കുന്നു. മൈറ്റ് ഇറങ്ങുമായിരിക്കും ഈ വർഷം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് മലയാളത്തിൽ ബ്രേക്ക് എടുക്കാനോ? അല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ അവിടെ ബ്രേക്ക് എടുത്ത് ഞാൻ അവിടെ പോലെ എനിക്ക് ഞാനത് നല്ല പുറത്തെ ഭാഷയിൽ എനിക്ക് നല്ല സിനിമകൾ വരുമ്പോൾ
അതിൽ നല്ലത് ചൂസ് ചെയ്യുന്നു. എനിക്ക് നല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രി എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണ്. അത് എന്നെ തേടിയെത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം മലയാളം സിനിമ കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത്. അപ്പൊ അത് അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ അങ്ങനെ ബോധപൂർവ്വം ഇവിടുന്ന് ബ്രേക്ക് എടുക്കണമെന്നൊന്നും. We'll be having only 2 more questions. അതിനുശേഷം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഞാനോ അങ്ങനെ വെച്ചാ അമ്മയും ചേച്ചിയൊക്കെ ആന്ന് പറയുന്നു. അപ്പൊ അല്ല, ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ അത്ര എക്സ്ട്രീം ഇല്ലെങ്കിലും ഞാൻ ഏറെക്കുറെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു കറങ്ങി നടക്കുന്ന ഒരു ടൈപ്പ് തന്നെയായിരുന്നു. സോ അതെനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും മേഖലയും ക്യാരക്ടറും ഒക്കെ ആയിരുന്നു. ഓഫ്കോഴ്സ് മദൻ എക്സ്പ്ലെയിൻ ചെയ്യും. സീൻ വന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് ഓഫ്കോഴ്സ് അതെ ആക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അത് റിയൽ ലൈഫില് ഇപ്പൊ എക്സിനെ കാണാൻ ഒരു അവസരം കുറെ കാലം കഴിഞ്ഞിട്ട് ഒന്നാണെങ്കിൽ അത് ചെയ്യോ കാണാൻ പറ്റും? ഇല്ല, താല്പര്യമില്ല. ഞാൻ സന്തോഷത്തിലാണ് ഇപ്പൊ. എനിക്കങ്ങനെ ക്ലോഷർ കിട്ടിയാലേ സമാധാനത്തിലുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പൊ നല്ല സമാധാനത്തിലാണ്, ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. இல்ல 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 சும்மா அப்படி இருந்தா நீ வில்லனா இருப்பே இல்ல ஹீரோயா இருப்பே உன்னோட கதையில? காமெடியா நிஜ கதையெல்லாம் இல்லை. லைக் பார்ட் ஆஃப் ஸ்டோரிஸ் ஃப்ரம் நிறையா பார்த்தது கேட்டது அந்த மாதிரியான விஷயங்கள் கம்ப்ளீட்டாக ஒரு மாதிரி ஃபிக்ஷன் தான். ஸோ அதனால இதுல என்ன வில்லன் ஹீரோ ஆயிடும்? ஐயோ தினேஷா இருக்க மாட்டேன் கண்டிப்பா. யா தேங்க்யூ. யா So again, before we go, thank you so much for your time. Please do watch the film again with your families on Feb 6th and do support us all. Again, thank you very much. എല്ലാവരും കാണാൻ വന്നതിന് ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങൾ പടം കണ്ടവർ നല്ല റിവ്യൂസ് തന്നെ പോയി എഴുതണം. വളരെ നല്ല റിവ്യൂസ് തന്നെ പോയി പറയണം. എല്ലാ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും നിങ്ങളുടെ എല്ലാവരുടെയും എക്സിനോടൊക്കെ കാണാൻ പറയണം പടം. നിങ്ങൾ സെറ്റ് ആവണമെങ്കിൽ സെറ്റ് ആവണം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ, വന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന താങ്ക് യു സോ മച്ച്. எஸ் தேங்க்யூ ஆல். ஃபர்ஸ்ட் ஆஃப் ஆல் இவ்வளோ நேரம் வெயிட் பண்ணி படம் பார்த்ததுக்கு டூரிஸ்ட் ஃபேமிலியை பயங்கரமாக சப்போர்ட் பண்ணீங்க. சேம் நீங்கள் வித் லவ்வுக்கும் அதே சப்போர்ட் பண்ணுவீங்கன்னு நினைக்கிறேன். எனக்கு கொடுத்த அதே லவ்வை மதனுக்கும் நீங்கள் எல்லாரும் கொடுக்கணும். அண்ட் இந்த படத்தை ப்ளீஸ் எல்லாருக்கிட்டையும் ஸ்ப்ரெட் பண்ணுங்கள். நீங்கள் உங்களால் மட்டும்தான் அதை பண்ண முடியும். ஸோ இட்ஸ் மை ஹம்பிள் ரெக்வஸ்ட். தேங்க்யூ ஸோ மச். தேங்க்யூ.